സോ ഈ കാണുന്നതാണ് നമ്മുടെ കാറിന്റെ അടിഭാഗം എന്ന് പറയുന്നത് ഫുള്ളി പ്ലാസ്റ്റിക് ആണ്. പിന്നെ അതിന്റെ ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹമ്മറിന്റെ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി ബാങ്കുടിന്ന് ഒന്നും ഓർഡർ ചെയ്യില്ലാന്ന്. ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ പുറത്തധികം മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇൻട്രോ പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു പോർഷെ 911 ഓർഡർ ചെയ്തിട്ടുണ്ട്. RC കാർ നിങ്ങൾ ഒരുപാട് പേര് പറയുന്നതാണ് ഒരു പോർഷെ ഓടിക്കുന്നൊക്കെ. സോ എന്തായാലും നമ്മളിത് ഓർഡർ ചെയ്തിട്ട് അപ്രോക്സിമേറ്റ്ലി 1 മന്ത് മുന്നെയാണ് ഓർഡർ ചെയ്തത്. സോ നമ്മുടെ ഐറ്റം കിട്ടിയത് ഇപ്പോഴാണ്. സോ അത് എന്തുകൊണ്ട് ഇപ്പോൾ കിട്ടി, ഇത് എവിടുന്ന് ഓർഡർ ചെയ്തെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീട്ടിൽ പറയുന്നതായിരിക്കും. നമ്മൾ പല ടൈപ്പിലുള്ള RC കാർസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ പോർഷയുടെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. സോ എന്തായാലും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്തേക്കും. ഒരു ലൈക്കിൻ്റെ കേസേ ഉള്ളൂ, ചെറുതായിട്ട് ലൈക്ക് ചെയ്തേക്കും. അല്ലെങ്കിൽ നെക്സ്റ്റ് ഇത് കാർക്ക് വാങ്ങണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് അടിക്കുക. കമൻറ്റ് പറഞ്ഞ അനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ കാർസും കൊണ്ടുവരുന്നത്. സോ മാക്സിമം കമൻറ്റ് അടിക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു ഐറ്റം അൺബോക്സ് ചെയ്തു നമ്മുടെ ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ കാണുന്നതാണ് നമ്മുടെ പോർഷെ എന്ന് പറയുന്നത്. ഇവിടെ ഡ്രിഫ്റ്റ് കാറിനൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ പെട്ടിയുടെ ഉള്ളിൽ എന്തൊക്കെ വരുന്നത് കാണിച്ചു തരാം. ഇപ്പുറത്തെ ഒരു GTR ഫോട്ടോ ആണ് കേട്ടോ. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന പോർഷെ എന്ന് പറയുന്നത്. ഈ ഒരു മോഡലാണ്. സോ ഇത് എന്തുകൊണ്ട് എനിക്ക് ഇത്രയും ലേറ്റ് ആയിട്ട് കിട്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് ഓർഡർ ചെയ്തത് നമ്മുടെ പണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ബാംഗ്ലൂർ വഴിയാണ്. സോ ബാംഗ്ലൂർ വഴി ഞാൻ അപ്രോക്സിമേറ്റ് ഒരു മാസം മുന്നേ ഞാൻ ഓർഡർ ചെയ്തായിട്ടാണ്. പക്ഷേ 1 മന്തിന് ശേഷമാണ് ഈ ഐറ്റം എൻ്റെ കയ്യിൽ കിട്ടിയത്. ഭയങ്കര ഡിലേ ആയിരുന്നു ഡെലിവറി. ഞാൻ മുന്നേ ഓർഡർ ചെയ്യാറുള്ളപ്പോൾ ഒരു 15 ദിവസം കൊണ്ട് കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒന്നും നമുക്ക് അങ്ങനെ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇത് ഞാൻ അവസാനമായിട്ട് ഷോപ്പ് ചെയ്തതാണ് ഈ പോർഷെ എന്ന് പറയുന്നത്. സോ ഈ ഐറ്റം കിട്ടാനായിട്ട് അപ്രോക്സിമേറ്റ്ലി 1 മന്ത് എടുത്തു. സോ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്താ പിന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്യുന്നതാണ്. ഹമ്മറിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി ബാംഗ്ലൂരിൽ നിന്ന് ഒന്നും ഓർഡർ ചെയ്യില്ലാന്ന്. അപ്പോൾ നിങ്ങൾ തെറ്റിയിരിക്കണ്ട, നമ്മൾ ഇനി ഇത് മുന്നേ ഓർഡർ ചെയ്തതാണ്. നമ്മൾ ഇപ്പോൾ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ലാൻഡ് ക്രൂസർ ആണെങ്കിലും നമ്മൾ ഓർഡർ ചെയ്തത് നമ്മുടെ യൂക്ലിക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ്. നിങ്ങൾക്ക് അതേപോലെ RC കാർസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ യൂക്ലിക്കിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ താഴത്ത് ഇവരുടെ പേഴ്സണൽ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ അവിടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ എങ്ങനെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. പോർഷെ പോയിട്ട് നിങ്ങളോട് ചോദിക്കരുത്, അവരുടെ നല്ല ഞാൻ ഓർഡർ ചെയ്തത്. ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. സോ എന്തായാലും ഞാൻ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലാൻഡ് ക്രൂസറോ നിങ്ങൾക്ക് നമ്മുടെ ഹമ്മറോ ഒക്കെ ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂക്ലിക്കിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പോർഷെ എന്ന് പറയുന്നത്. സോ ഇതല്ല പോർഷെ, ഈ കാണുന്നതാണ് പോർഷെ എന്ന് പറയുന്നത്. ഇവിടെ ഡ്രിഫ്റ്റ് RC റേസിംഗ് കൊടുത്തിട്ടുണ്ട്. 1:24 സ്കെയിലിൽ വരുന്ന ഒരു മോഡലാണ്. പിന്നെ 4x4 ആണ്. ഓക്കെ, പിന്നെ LED ലൈറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. സോ ഇവിടെ RC റേഡിയോ കൺട്രോൾ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബോക്സ് ഒന്നൊക്കെ. എന്തായാലും ഇതിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ പോർഷനാണ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. പിന്നെ റേറ്റ് ഒന്നൊക്കെ എന്താ അപ്രോക്സിമേറ്റ്ലി 4000 രൂപ എന്തോ ആയിട്ടുണ്ട്. നമുക്ക് ഷിപ്പിംഗ് ചാർജ് അടക്കം. ഈ ഒരു മോഡൽ നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ അത് വൈകാണ്ട് അവൈലബിൾ ആയിരിക്കും. അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റ് അടിച്ചേക്കാം. സോ അതിനെപ്പോലുള്ള കാറുകളൊക്കെ ഞാൻ RC കാർസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അത് എടുക്കാം. എൻ്റെ മോനെ, ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു യൂസർ മാനുവലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഇതിലാണ് വരുന്നത്. പക്ക പ്ലാസ്റ്റിക് ആണ് എല്ലാതും. സോ ഇത് മാറ്റാം. ഇത് മാറ്റി കഴിയുമ്പോൾ ഒരു ചാർജിങ് കേബിളും ഒരു സ്ക്രൂ ഡ്രൈവറും എടുത്തിട്ടുണ്ട്. കോൺസ് വരുന്നുണ്ട് കേട്ടോ, നമുക്ക് ഇങ്ങനെ കാറിൻ്റെ ഉള്ളിൽ കൂടെ ഓടിച്ച് കളിക്കാനായിട്ട്. പിന്നെ കുറച്ച് എക്സ്ട്രാ ടയേഴ്സ് വരുന്നുണ്ട്. ഈ ടയേഴ്സ് വന്നിക്കുന്നത് റോട്ടിൽ ഓടിക്കാനാണ്. ഈ കാണുന്ന പോർഷയിൽ നമുക്ക് നോർമൽ ഡ്രിഫ്റ്റിംഗ് ടയേഴ്സാണ് വന്നിക്കുന്നത്. സോ ഈ കാണുന്നതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. എൻ്റെ മോൻ എന്തിട്ട ഡീറ്റെയിൽ ആണ്. എൻ്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത് സാധാ ഒരു റിമോട്ട് കൺട്രോൾ ആണ്, പ്രത്യേകിച്ചൊന്നുമില്ല. സോ ഇനിയാണ് എൻ്റെ ഡീറ്റെയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതെ, ഈ കാണുന്ന ഇതിൻ്റെ അടിയിൽ ബാറ്ററി വരുന്നതിൻ്റെ അടിയിലാണ്. സോ സ്ക്രൂ ഡ്രൈവർ തുറക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. റീചാർജബിൾ ബാറ്ററിയാണ്. കണക്ട് ചെയ്ത് കൊടുക്കാം. കാണുന്ന റിമോട്ടിൽ ബാറ്ററി ഇട്ട് കൊടുക്കണം. ഗൈസ്, അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഈ കാണുന്ന പോലത്തെ റീചാർജബിൾ ബാറ്ററീസ് ആണ്. ഈ റീചാർജബിൾ ബാറ്ററിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പുതിയ ബാറ്ററീസ് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോസ്റ്റ് കുറയും. നമുക്ക് ബാറ്ററി അധികം വാങ്ങാത്ത കാരണം 1000 mAh ആണ് ഒരു ബാറ്ററി എന്ന് പറയുന്നത്. ഒരു 6 മാസത്തോളം ഇതിൻ്റെ ചാർജ് കിട്ടും. ബാറ്ററി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും നമ്മുടെ കാറൊക്കെ ഒന്ന് ഓടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഓൺ ആക്കാം. ഇത് ഓൺ ആക്കാനുള്ള സ്വിച്ച് ഇവിടെ അടിയിലാണ്. ഇതിനെ ഓൺ ആക്കുമ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിമോട്ടിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് അമർത്തി കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. സോ ഇത് കണക്ട് ആയിട്ടുണ്ട്. നമ്മുടെ ബ്ലിങ്കിങ് നിന്നു. ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഓൺ ആക്കി നോക്കാം. എൻ്റെ മോനെ, 20 km/h ആണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇത് കാണുന്നതാണ് ഇതിൻ്റെ സ്പീഡ്. അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. പിന്നെ ഇത് ഗയറോ വരുന്ന മോഡലല്ല. ഗയറോ വരുന്നത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. ഇത് ഗയറോ ഇല്ല, നോർമൽ ഡ്രിഫ്റ്റിംഗ് ആണ് ഐറ്റം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ചെറിയൊരു സസ്പെൻഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ചെറിയൊരു സസ്പെൻഷൻ നമ്മുടെ ആ ഒരു ടയറിൻ്റെ അവിടെ കാണാൻ പറ്റും. സോ നമുക്ക് എന്തായാലും ഇത് ഓടിച്ച് നോക്കാം. കാറിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് ഫുള്ളി പ്ലാസ്റ്റിക് ആണ്. ഈ ടയറിൻ്റെ ആ ഒരു ഭാഗമൊക്കെ വരുന്നത് പ്ലാസ്റ്റിക് ആണ്. സോ ഇതാണ് ടയർ തിരിക്കുന്നത്. ചെറിയൊരു ഇങ്ങനെ ടിക് ടിക് സൗണ്ട് വരുന്നുണ്ട്.
നോർമൽ RC കാർസും ഒരു വേറെ സൗണ്ടാണ് വരുന്നത്. ഇതിൻ്റെ സൗണ്ട് വേറെയാണ്. കണ്ടാ അപ്പോൾ നമ്മുടെ ഈ കാണുന്ന 1:24 സ്കെയിലിൽ വരുന്ന നമ്മുടെ ഈ കാണുന്ന പോർഷെ 911 നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. സോ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടിച്ചാലും വലിയ കുഴപ്പമൊന്നും വരില്ല. പിന്നെ അതുപോലെ തന്നെ അതെ ഇത്രയൊക്കെ തന്നെയാണ്. പ്ലാസ്റ്റിക് ബോഡിയാണ്, ഫുൾ പ്ലാസ്റ്റിക്കാണ്. ടയറടക്കം പ്ലാസ്റ്റിക്കാണ്, എല്ലാം പ്ലാസ്റ്റിക്കാണ്. ഈ കാണുന്ന നമ്മുടെ റിമോട്ടിൽ നമുക്ക് ഇത് ലൈറ്റ് ഓൺ ഓഫ് ആക്കാനുള്ള ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്പീഡ് ഹൈ സ്പീഡ് ലോ സ്പീഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഈ കാണുന്ന വണ്ടിയിൽ വർക്കാവുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത്രയും ഓപ്ഷൻസ് വന്നിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ലെഫ്റ്റ് റൈറ്റ് തിരിക്കാനായിട്ട് അതുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ കോൺസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഡേക്കോടൊക്കെ നമുക്കിവിടെ നമ്മുടെ പോർഷനെ ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ കോൺസ് ഒക്കെ ഇവിടെ വെച്ചേക്കാണ്. ഭയങ്കര ടൈനി ഐറ്റംസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റുള്ളൂ. പോർഷനെ ഇതിൻ്റെ ഉള്ളിലേക്കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് നമ്മൾ നോക്കുന്നത്. സോ നോക്കി നോക്കാം. ഓ ഗൈസ്, കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വാവ് ഗൈസ്, ആദ്യം നിങ്ങളുടെ ഇതിൻ്റെ സ്പീഡ് ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, ഓ മാരക സ്പീഡാണ്. ശൻ്റെ ഓ ഗൈറോയും കൂടി ഉണ്ടെങ്കിൽ വേറെ ലെവലാണ്. ഞാൻ ഡ്രിഫ്റ്റ് ഒന്ന് ചെയ്തിട്ട് നമുക്ക് പിന്നെ എന്തായാലും അതെ ഇതിൻ്റെ ഫുൾ സ്പീഡല്ല. ഓ ഫുൾ സ്പീഡിൽ ഓ നോക്ക് പുള്ളി. ഓ ഒരു പാടാണ് നമ്മുടെ ഐറ്റം ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓ കണ്ട, ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്, പക്ഷെ സംഭവം വേറെ ലെവലാണ് ഐറ്റം. വാവ്, ഇത് കുറച്ച് നല്ല അടിപൊളി രീതിയിൽ ഞാൻ ഇത് ഡ്രിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഡ്രിഫ്റ്റ് ടയേഴ്സ് മാറ്റിയിട്ട് നോർമൽ ടയേഴ്സ് ഇട്ടിട്ട് എൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇതിൻ്റെ ലുക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അടിപൊളി. വാവ്, ഇതിൻ്റെ എക്സ്ട്രാ ടയേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഈ കാണുന്ന ടയേഴ്സ് നമ്മുടെ ഈ കാണുന്ന സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഊരിയിട്ട് ഒന്ന് നോക്കി നോക്കാം. കുറച്ച് എക്സ്ട്രാ സ്ക്രൂസൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റബ്ബർ ടയറാണ് കേട്ടോ. ഇതിങ്ങനെ ഞങ്ങളുടെ ഐറ്റം ഒന്നുമല്ല. ഈ കാണുന്നതാണ് എൻ്റെ റബ്ബർ ടയർ എന്ന് പറയുന്നത്. സോ ഈ കാണുന്ന ഡ്രിഫ്റ്റ് ടയേഴ്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് മാറ്റാം. അതിനുശേഷം ഈ കാണുന്ന റബ്ബർ ടയർ ചുടക്കാം. ഈ സ്ക്രൂ ഒക്കെ നല്ല രീതിയിൽ ഒന്ന് അഴിച്ചെടുക്കണം. അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട് ഈ സ്ക്രൂസൊക്കെ, അതൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം. ഡ്രിഫ്റ്റ് ടയേഴ്സൊക്കെ മാറ്റിയിട്ട് നമ്മുടെ നോർമൽ റബ്ബർ ടയേഴ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. 4 ഇട്ടു. ഇനി ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ട് പെർഫോമൻസ്. ഈ ടയേഴ്സ് ഇട്ടപ്പോൾ കുറച്ചും കൂടിയും ഒരു ഫാസ്റ്റ് കൂടിയെന്നൊരു ഇതുണ്ട്. ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് നമ്മുടെ ഐറ്റം പോണത്. മറ്റേ ഡ്രിഫ്റ്റ് ടയേഴ്സ് ഇട്ട പോലെ ഇല്ല. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരെ എത്ര നോക്കിക്കോ. ഗൈസ്, റോക്കറ്റ് പറക്കണ പോലെയാണ് പറക്കുന്നത്. നല്ല സ്പീഡുണ്ട്. ബാക്ക് വരുന്ന സ്പീഡ് നോക്കിയോട്ടാ. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പോർഷെ 911ന്റെ വിശേഷം എന്ന് പറയുന്നത്. ഇതുപോലത്തെ കിടിലൻ RC വീഡിയോസും അതേപോലെ തന്നെ ഗാഡ്ജറ്റ് വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഇപ്പം സബ്സ്ക്രൈബ്